തൊണ്ടിമുതൽ കേസിൽ അയോഗ്യനാക്കപ്പെട്ട മുൻ മന്ത്രി ആന്റണി രാജുവിന് ഇത്തവണ മത്സരിക്കാനാകില്ല. ശിക്ഷാവിധി റദ്ദാക്കണമെന്ന അപ്പീൽ ഹൈക്കോടതി തള്ളി. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച ആന്റണി രാജുവിന് കോടതിയിൽ നിന്നുണ്ടായത് വലിയ തിരിച്ചടിയാണ്. തൊണ്ടിമുതലിൽ തിരിമറി നടത്തിയത് ആന്റണി രാജു തന്നെയാണെന്നതിന് എന്താണ് ഉറപ്പെന്ന് കോടതി ചോദിച്ചിരുന്നു. ഈ അനുകൂല പ്രസ്താവനകൾ ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയും നൽകുന്നതായിരുന്നു. കേസിൽ കോടതി വിധി എന്താണെന്ന് നോക്കാമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞതും ആന്റണി രാജുവിനെ തന്നെ മത്സരിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു തിരുവനന്തപുരം മണ്ഡലം ഒഴിച്ചിട്ടതും. 6 ദിവസം മാത്രമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ബാക്കിയുള്ളത്. ഇതിനിടയിൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച് അനുകൂല വിധി നേടിയെടുക്കാൻ ആന്റണി രാജുവിന് അത്ര എളുപ്പം കഴിയുന്നതാണോ? LDFന്റെ അടുത്ത നീക്കം എന്താണ്? കേസിന്റെ നാൾവഴികൾ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഡീകോഡിൽ വിശദമായി പരിശോധിക്കുകയാണ്. ആദ്യം ഇന്ന് കോടതിയിൽ സംഭവിച്ചത് എന്താണ് എന്നാണ് നോക്കുന്നത്. ആന്റണി രാജുവിന് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അയോഗ്യത നിലനിൽക്കും. തൊണ്ടിമുതൽ കേസിൽ ശിക്ഷ മരവിപ്പിച്ചില്ല. 3 വർഷം തടവിന് ശിക്ഷിച്ചിരുന്നു. നെടുമങ്ങാട് കോടതിയാണ് ഈ ശിക്ഷാ വിധി നടത്തിയത്. ഈ കോടതി വിധിക്കെതിരെ തിരുവനന്തപുരം സെഷൻസ് കോടതി സമീപിച്ചു. പക്ഷേ ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യം കോടതി തള്ളുകയായിരുന്നു. ഈ തിരുവനന്തപുരം കോടതിയുടെ വിധിയും ഒപ്പം തന്നെ ഈ ശിക്ഷാവിധിയും രണ്ടും മരവിപ്പിക്കണം എന്നായിരുന്നു ആന്റണി രാജുവിന്റെ അപ്പീലുണ്ടായിരുന്ന പ്രധാന ആവശ്യം. പക്ഷേ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അദ്ദേഹത്തിന്റെ അപ്പീൽ തള്ളുകയാണ് ചെയ്തത്. ഇനി നമ്മൾ നോക്കുന്നത് കേസിന്റെ നാൾവഴിയാണ്. 1990 ഏപ്രിൽ 4-നാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. അതായത് 60 ഗ്രാം ഹാഷിഷ് ഓയിലുമായി ഓസ്ട്രേലിയൻ പൗരൻ പിടിയിലാകുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് ഈ പൗരൻ പിടിയിലായത്. ആൻഡ്രൂ സാൽവദോർ സർവലിയ എന്നാണ് പേര്. ആൻഡ്രുവിനെ രക്ഷപ്പെടുത്താൻ ആന്റണി രാജു ശ്രമിച്ചു എന്നതാണ് കേസ്. ഇതിനായി അടിവസ്ത്രത്തിൽ കൃത്രിമത്വം കാണിച്ചു എന്നതാണ് പ്രധാന ആരോപണം. അടിവസ്ത്രം വിദേശിക്ക് പാകമാകില്ല എന്ന് വ്യാജ തൊണ്ടിയാണെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാദമുണ്ടായിരുന്നത്. ഇത് കണക്കിലെടുത്ത കോടതി ആൻഡ്രൂസ് സാൽവദോർ ജോറിനെ വെറുതെ വിടുകയും ചെയ്തു. പിന്നാലെ അന്ന് അദ്ദേഹം വഞ്ചിയൂർ കോടതിയിൽ ജൂനിയർ അഭിഭാഷകനായിരുന്നു ആന്റണി രാജു. അതിനുശേഷം 1994 തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ചെന്ന് ഒരു പരാതി പോവുകയാണ്. വഞ്ചിയൂർ പോലീസ് ഈ പരാതിക്ക് പിന്നാലെ കേസുമെടുത്തു. 2006 തിരുവനന്തപുരം കോടതിയിൽ കുറ്റപത്രം നൽകി. ആന്റണി രാജു, കോടതിയിലെ തൊണ്ടി സെക്ഷൻ ക്ലർക്ക് KS ജോസ് എന്നിവരാണ് 1ഉം 2ഉം പ്രതികൾ. കോടതിയിൽ സൂക്ഷിച്ചിരുന്ന വിദേശിയുടെ അടിവസ്ത്രം ക്ലർക്കിന്റെ സഹായത്തോടെ വാങ്ങിയ ആന്റണി രാജു വെട്ടിച്ചെറുതാക്കി എന്നാണ് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തത്. ഇക്കാര്യം കുറ്റപത്രത്തിലും പറയുന്നുണ്ടായിരുന്നു. ഗൂഢാലോചന, രേഖകളിൽ കൃത്രിമം, വഞ്ചന, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരുന്നത്. 2014 അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ അന്നു മുതൽ 22 തവണ കേസ് പരിഗണിച്ചെങ്കിലും ഒരിക്കൽ പോലും പ്രതികൾ ഹാജരായില്ല. കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുകയും ചെയ്തില്ല. തുടർന്ന് ഹൈക്കോടതി രജിസ്ട്രാർ ഈ വിഷയത്തിൽ ഇടപെടുകയാണ് ചെയ്തത്. അങ്ങനെ 2023 കേസ് പുനരന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവ് ഇടുകയാണ്. കേസ് പുനരന്വേഷിക്കാൻ 2023 ഹൈക്കോടതിയുടെ ഉത്തരവിന് പിന്നാലെ ആന്റണി രാജു സുപ്രീം കോടതിയിൽ ഹർജി നൽകുകയാണ് ചെയ്തത്. പിന്നീട് ആന്റണി രാജു വിചാരണ നേരിടണം എന്ന നിരീക്ഷണമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുമുണ്ടായത്. ഈ ഉത്തരവിന് പിന്നാലെയാണ് വിചാരണ അദ്ദേഹം നേരിടേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. 2024 നവംബറിൽ തൊണ്ടിമുതൽ കേസിൽ മുൻമന്ത്രി ആന്റണി രാജു വിചാരണ നേരിടണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. 1 വർഷത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. 2025 ഒക്ടോബർ 24-ന് തൊണ്ടിമുതൽ തിരിമറി കേസിൽ വിചാരണ കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ഹൈക്കോടതി താൽക്കാലികമായി തടയുകയും ചെയ്തിരുന്നു. ഡിസംബർ 16-നാണ് കേസിൽ വാദം പൂർത്തിയാകുന്നത്. 29 സാക്ഷികളിൽ 19 പേരെ വിസ്തരിച്ചിരുന്നു. മരണം, രോഗം തുടങ്ങിയ കാരണങ്ങളാൽ 8 പേരെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. ഇനി ആന്റണി രാജുവിന് ശിക്ഷ വിധിക്കുന്നത് ജനുവരി 3-നാണ്. 3 വർഷം തടവും 10,000 രൂപ പിഴയുമായിരുന്നു ശിക്ഷ. പ്രതികളുടെ പ്രവൃത്തി കേവലം ഒരു ക്രമക്കേടല്ല, നീതിയുടെ ഗതിയെ ബോധപൂർവം തടസ്സപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നത് എന്നാണ് കോടതിയുടെ വിധിയുണ്ടായിരുന്നത്. പക്ഷേ ഇതിനെതിരെ ആന്റണി രാജു ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത്. സിംഗിൾ ബെഞ്ചാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ശിക്ഷ മരവിപ്പിക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയതും അദ്ദേഹത്തിന്റെ അപ്പീൽ തള്ളുകയും ചെയ്തത്. പക്ഷേ പ്രധാനമായും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇനി 6 ദിവസം മാത്രമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ബാക്കിയുള്ളത്. പക്ഷേ കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് ആന്റണി രാജു പ്രതീക്ഷിച്ചത്. ഒപ്പം തന്നെ CPM LDF അടക്കം പ്രതീക്ഷിച്ചത് അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനത്തിൽ തിരുവനന്തപുരം സീറ്റ് ഒഴിച്ചിടുകയും ചെയ്തത്.
എം വി ഗോവിന്ദന്റെ പ്രസ്താവനയും അത് തന്നെയായിരുന്നു. ആന്റണി രാജുവിന്റെ കാര്യത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു വിധി വരട്ടെ, അതിനുശേഷം നമുക്ക് തീരുമാനിക്കാമെന്നാണ്. ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ മുഖം എന്ന് പറയുന്നത് ആന്റണി രാജു തന്നെയാണ്. CPM ആ സീറ്റ് ഏറ്റെടുക്കണമെന്നുള്ള ഒരു തീരുമാനവും CPM-ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി ഒരു പുതിയ പ്രതിസന്ധി LDF-ൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആന്റണി രാജുവിന് ഈ പറഞ്ഞ ജനാധിപത്യ കേരള കോൺഗ്രസിന് ഒപ്പം തന്നെ LDF-ന് ഇതേതിരിൽ പ്രതിസന്ധിയിലാക്കോ എന്ന് പറയുന്നതിനപ്പുറം തന്നെ അദ്ദേഹം എന്ന ഒരു രാഷ്ട്രീയ നേതാവിന് വലിയ ഒരു തിരിച്ചടി തന്നെയാണ്. ഇതെങ്ങനെയായിരിക്കും മറികടക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി തെരഞ്ഞെടുപ്പിൽ LDF-ലേക്ക് വരികയാണെങ്കിൽ LDF ഇനി അവിടെ പകരം ഏത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും, സീറ്റ് CPM എടുക്കാനുള്ള സാധ്യതയുണ്ടോ, LDF-ന് മുന്നിലുള്ള പ്രതിസന്ധി എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായി പരിശോധിക്കാം. സേഫ് സൈനുലാബ്ദീൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തൊണ്ടിമുതൽ കേസിൽ കുറ്റക്കാരനാണ് കണ്ടെത്തിയതിന് പിന്നാലെ ആന്റണി രാജു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് അയോഗ്യനാക്കപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ശിക്ഷയും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതും ആണ് അയോഗ്യനാക്കപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ആ കേസിന്റെ വിധി വന്നിട്ട് 1-2 മാസം കഴിഞ്ഞു എന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് സമയത്തേക്ക് അതിന് മുന്നോടിയായി തന്നെ കോടതിയിൽ അപ്പീൽ പോയി അതിന് അനുകൂലമായ വിധി നേടിയെടുക്കാം എന്നൊരു വിചാരമായിരുന്നു ആന്റണി രാജുവിന് ഉണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ഇതിന്റെ അപ്പീൽ നൽകുകയും അനുകൂലമായ വിധി ആദ്യഘട്ടത്തിൽ സമ്പാദിച്ചെടുക്കുകയും ചെയ്തു. ശിക്ഷ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് കിട്ടി. എന്നാൽ ശിക്ഷാ വിധി ആ വെർഡിക്റ്റ് പൂർണ്ണമായും സ്റ്റേ ചെയ്യാതെ അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം സുപ്രീം കോടതിയുടെ വിധി അങ്ങനെയാണ് നിലനിൽക്കുന്നത്. അത് ജില്ലാ കോടതിയുടെ വിധി വന്നതിന് പിന്നാലെ തന്നെ ഹൈക്കോടതി അദ്ദേഹം സമീപിക്കുകയും ഈ വിധി സ്റ്റേ ചെയ്യണം എന്ന ആവശ്യം ഹൈക്കോടതിക്ക് മുന്നിലേക്ക് വെക്കുകയും ചെയ്തു. വിശദമായ വാദമാണ് കോടതി കഴിഞ്ഞ ആഴ്ചയിലെ 2-3 ദിവസം കൊണ്ട് ഇതിൽ കേട്ടത്. ആന്റണി രാജുവിന് അനുകൂലമായ ചില പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന്, ജസ്റ്റിസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഈ തൊണ്ടി മുതൽ കട്ടെടുത്തത് അദ്ദേഹത്തിന് സ്വന്തം ആവശ്യത്തിനല്ലല്ലോ, പ്രതി പറഞ്ഞിട്ടല്ലേ അദ്ദേഹം ചെയ്തത്, അദ്ദേഹം തൊണ്ടി മുതൽ വാങ്ങുക മാത്രമല്ലേ ചെയ്തത്, ഇതിനകത്ത് ആ തൊണ്ടി മുതലിൽ അളവിൽ വ്യത്യാസം വരുത്തിയത് ഇദ്ദേഹമാണോ തുടങ്ങി ആന്റണി രാജുവിന് അനുകൂലമായ ഒരുപാട് ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായി. ഇതോടുകൂടി അനുകൂലമായ വിധി ഉണ്ടാകും ഹൈക്കോടതിയിൽ നിന്ന് എന്ന പ്രതീക്ഷയിലായിരുന്നു ആന്റണി രാജു ഉണ്ടായിരുന്നത്. ഇതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് CPM നേതൃത്വം കടക്കുന്നത്. ഘടകകക്ഷികളുമായി ഉഭയകക്ഷി ചർച്ച നടത്തുന്നു. അപ്പോൾ CPM എടുത്തൊരു പ്രധാനപ്പെട്ട തീരുമാനം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ ഘടകകക്ഷികൾ ഏതൊക്കെ സീറ്റിൽ മത്സരിച്ചോ അത്രയും സീറ്റുകൾ തന്നെ അവർക്ക് നൽകുക, ആരിൽ നിന്നും സീറ്റ് ഏറ്റെടുക്കുകയോ ആർക്കും സീറ്റ് വിട്ടുകൊടുക്കുകയോ വേണ്ട, അതാത് സീറ്റുകളിൽ അവർ തന്നെ മത്സരിച്ചോട്ടെ എന്ന തീരുമാനത്തിലേക്ക് CPM നേതൃത്വം എത്തിച്ചേരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഉഭയകക്ഷി ചർച്ച വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് 1 മണിക്കൂറിന് പിന്നാലെ ഏതാണ്ട് 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ CPM അവരുടെ 86 സ്ഥാനാർത്ഥികളിൽ 81 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. CPI 25 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. INL 1 സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഇന്നലെ കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, NCP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, RJD നാളെ ഒരുപക്ഷെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അങ്ങനെ ഘടകകക്ഷികളെല്ലാം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിച്ച് വരുമ്പോഴും തിരുവനന്തപുരം സെൻട്രൽ സീറ്റിന്റെ കാര്യത്തിൽ ഒരു അവ്യക്തത നിലനിൽക്കുകയായിരുന്നു. അത് CPM നേതാക്കളോട് സംസാരിക്കുമ്പോൾ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയോട് സംസാരിക്കുമ്പോഴെല്ലാം അദ്ദേഹം പറഞ്ഞിരുന്നത് ആന്റണി രാജുവിന്റെ വിധി വരട്ടെ, ആന്റണി രാജുവിന്റെ വിധി അനുകൂലമായി വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ അവിടെ മത്സരിക്കും. അത് രഹസ്യമാക്കിയല്ല, പരസ്യമായി തന്നെ അദ്ദേഹം പറഞ്ഞു വിധി അനുകൂലമാണെങ്കിൽ ആന്റണി രാജു തന്നെ മത്സരിക്കും എന്ന നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. അത് പാർട്ടി നേതൃത്വത്തിന്റെ ഒന്നാകെയുള്ള തീരുമാനമായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി അറിഞ്ഞുകൊണ്ടുള്ള തീരുമാനം തന്നെയാണ്. അത് ആന്റണി രാജു കോടതിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ CPM നേതാക്കളോട് പറയുന്നു. മുഖ്യമന്ത്രി, പാർട്ടി സെക്രട്ടറി അടക്കമുള്ളവരോട് പറയുന്നു. അനുകൂലമായ വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷ അദ്ദേഹം അവരോട് പങ്കുവെക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആ സീറ്റ് ഒഴിച്ചിട്ടുകൊണ്ട് അവർക്ക് തന്നെ കൊടുത്തുകൊണ്ട് അവരുടെ സ്ഥാനാർത്ഥി അവർ തന്നെ തീരുമാനിക്കട്ടെ എന്ന നിലപാടിലേക്ക് എത്തിച്ചേർന്നത്. അത് നിർണായകമായ വിധിയായിരുന്നു. ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് ഉണ്ടായ വിധി ആന്റണി രാജു വലിയ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കിയ വിധിയായിരുന്നു. പക്ഷേ കോടതി ആ ഹർജി, ആ അപ്പീൽ തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇനി ഡിവിഷൻ ബെഞ്ചിനെ ആന്റണി രാജു സമീപിക്കാനാണ് സാധ്യത, അപ്പീൽ നൽകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ കുറഞ്ഞ ദിവസത്തിന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 6 ദിവസത്തിനുള്ളിൽ എങ്ങനെയാണ് അനുകൂലമായ ഒരു വിധി നേടിയെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചോദ്യം വളരെ പെട്ടെന്ന് മടങ്ങിയെത്താൻ ചെറിയ ഇടവേളയ്ക്ക് ശേഷം.